ഒരു ടൂറ് പോകാൻ ഒരുങ്ങുകയാണ്. ഇത്തവണ സൗത്ത് ആഫ്രിക്കയാണ് ഡെസ്റ്റിനേഷൻ. സോമൻസ് ഗ്രൂപ്പ് വഴിയാണ് യാത്ര. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ടൂർ മാനേജർ സരിത ആദ്യമേ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ള മെമ്പേഴ്സ് ബാംഗ്ലൂരിൽ മീറ്റ് ചെയ്യുന്നു. ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിൽ അല്പം വിശ്രമിച്ചതിന് ശേഷം രാത്രി 2:20 എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബ, അവിടെ നിന്നും സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലെ OR ടാംപോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് എയർ റൂട്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് എന്ന് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് സൗത്ത് ആഫ്രിക്കയുമായി ഒരു ആത്മബന്ധമുണ്ട് എന്ന് തന്നെ പറയാം. ബാംഗ്ലൂരിൽ നിന്നും 6.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് അഡിസ് അബാബയിലേക്ക്. അഡിസ് അബാബയിൽ നിന്നും 5 മണിക്കൂർ ജോഹന്നസ്ബർഗിലേക്ക്. ജോഹന്നസ്ബർഗ് OR ടാംപോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലോക്കൽ ടൈം ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുണ്ട്. 6.23 crore മാത്രം പോപ്പുലേഷനുള്ള സൗത്ത് ആഫ്രിക്കയുടെ ഏരിയ 1.22 മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി 53 പീപ്പിൾ പെർ കിലോമീറ്റർ സ്ക്വയർ. നമ്മുടെ ഇന്ത്യയുടേത് 492 പെർ കിലോമീറ്റർ സ്ക്വയർ. ഇത് പാട്രിക് ജോഹന്നസ്ബർഗിൽ ഞങ്ങളുടെ കോച്ച് ക്യാപ്റ്റനാണ്. ഇനി അടുത്ത 10 ദിവസം ഞങ്ങളെ നയിക്കുന്നത് ഇവരാണ്, മിസ്റ്റർ ഫൈസൽ ആൻഡ് മിസ്സസ് സരിത. മിസ്റ്റർ ഫൈസലിന്റെ ചെറിയൊരു ഇൻട്രോ. Myself, even though the color of my skin is black, I'm colored. Yeah. എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഒരു കൾച്ചറൽ വില്ലേജിലേക്കാണ്, ലെസദി കൾച്ചറൽ വില്ലേജ്. ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് വിളിക്കുന്ന ഒരു പാലിയന്ത്രപ്പോളജിക്കൽ സൈറ്റിനകത്താണ് ലെസദി വില്ലേജ് വരുന്നത്. 1940s ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് സൈറ്റിൽ നിന്നും 23 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ഹ്യൂമൻ ഫോസിൽ കണ്ടെടുക്കുകയുണ്ടായി. ആദ്യ മനുഷ്യൻ പിറന്നത് ആഫ്രിക്കയിലാണ് എന്ന് വിശ്വസിക്കാവുന്ന ഒരുപാട് തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടത്രേ. ലെസദി വില്ലേജിൽ ആഫ്രിക്കൻ ട്രൈബൽ ഹിസ്റ്ററി വെളിപ്പെടുത്തുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ലെസദി വില്ലേജിലാണ്, അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആസ്വദിച്ചുകൊണ്ട്. ട്രൈബൽ മാതൃകയിലുള്ള ഗസ്റ്റ് ഹോംസ് വളരെ ക്യൂട്ടാണ്. Welcome home. Thank you. Home. Thank you. Welcome. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആദ്യം ഒരു ആഫ്രിക്കൻ പെർക്കഷൻ വർക്ക്ഷോപ്പ്,
It's a Sutuwait, meaning I'm a Sutu lady all the way from Free State. But my good friends, you can call me Portia. Portia, it's my ദാ second ഈ name. ആഫ്രിക്കൻ ട്രൈബൽ സുന്ദരി പോഷ്യ വളരെ വിശദമായി ട്രൈബൽ കൾച്ചർ, ട്രൈബൽ ലാംഗ്വേജ് എല്ലാം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. കേട്ടു നോക്കൂ. Meaning greeting you, my good friends. Can you country please respond back by saying yeah, Bankos? He's asking you how are you? Please respond back by saying Siapilamkos. Country please thank the chief by saying Siabongankos. Meaning thank you too. Looking behind me, this is Zulu Cattle Grand. As you saw the warrior up there earlier, he's the eyes and the ears of the village. If there is a war which is coming facing them, he's the one who's going to alert the villagers about the matter. I love his son. First one, respect. When you get inside, you bow. You show whoever who's inside that they don't do is to smoke in front of ladies and children. What they do, they climb up in the kachama kaZulu kamalandela ayiphatha bemilitary fake ipape ngasemu. Iqhwa. This one, my good friends, it's an AK-47 of Shaga. Asikade cheese. മറ്റൊരു ട്രൈബൽ ഹട്ടിലേക്ക് പോവുകയാണ്. They will wake up early in the morning, prepare their soft porridge. They call it mut or hawa wabasut. And here a man to marry a lady. Let's give them the round of applause. ഇനി കുറച്ച് ട്രൈബൽ ഡാൻസ് കണ്ടു നോക്കാം. Let's celebrate. ഇനി ഡിന്നർ. ഡൈനിങ് ഹാളും ആഫ്രിക്കൻ സ്റ്റൈലിൽ തന്നെ ഡിസൈൻ ചെയ്തതായിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് അപരിചിതമായ 2 വിഭവങ്ങൾ കൂടി ഡൈനിങ് ഹാളിൽ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
1993 ഈ നിലയിൽ ഈ കൾച്ചറൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ട്രൈബൽ എത്നിക് ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. പോർഷ്യ നമുക്ക് വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്കൗട്ടാണ്. മാസത്തിനുള്ളിൽ രണ്ടാമതും ഒരു ടൂർ ഗ്രൂപ്പിൽ കണ്ടുമുട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ 4 പേരും. ബ്രേക്ക്ഫാസ്റ്റ് ഇൻഡിജിനസ് ടൈപ്പൊന്നും ആയിരുന്നില്ല. ചീസ്, ബ്രെഡ്, ബട്ടർ, എഗ്ഗ്, ചിക്കൻ എല്ലാം അടങ്ങിയ വിശാലമായൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഷാഹുലിന് ലസദി വില്ലേജിനെ കുറിച്ച് എന്തോ പറയാനുണ്ട്, ഒന്ന് കേൾക്കാം. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് നമ്മൾ കേരളം പോലെ തന്നെയല്ല, അതിനേക്കാളും ഗംഭീരമായിട്ടാണ് അത് നമുക്ക് ഫീൽ ചെയ്തത്. അത് ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് അത് ലസദി വില്ലേജ് എന്ന ആദിവാസികളുടെ ഒരു കോളനിയിലാണ്. അവരാണെങ്കിൽ ട്രെയിൻഡ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എല്ലാ വിധത്തിലുള്ള പഴയ എല്ലാ പ്രാചീന കലകളും നമ്മുടെ മുമ്പിൽ അവർ എക്സിബിറ്റ് ചെയ്തു. വളരെ എൻജോയബിളായ ഒരു മൊമെൻ്റ് ആയിരുന്നു അതെല്ലാം. പിന്നെ അവരുടെ കോളനികളാണ് നാം താമസിച്ചത് തന്നെ. അവരെ പഴയ പരമ്പരാഗതമായ പല വുഡൻ ഇതുകൊണ്ടുണ്ടാക്കിയ കോളനികൾ വളരെ സുന്ദരമാണ്. ഞങ്ങളങ്ങനെ ഇന്നിനി ഗാന്ധി സ്ക്വയർ, സത്യാഗ്രഹ ഹൗസ്, മണ്ടേല ഹൗസ്, അങ്ങനെ അത് അടുത്ത വീഡിയോയിൽ. ബൈ. താങ്ക് യു.